കമൽ, വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത്. എങ്ങനെയാണ്, നല്ല മഴ പെയ്യുന്നുണ്ടോ? എവിടങ്ങളിലൊക്കെയാണ് മഴ കനക്കുന്നത്? അക്ഷയ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ഇടവിട്ട കനത്ത മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെള്ളപ്പൊക്ക ഭീഷണിയും നിലവിൽ എവിടെയുമില്ല. നെൽപ്പാടങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതല്ലാതെ വെള്ളക്കെട്ടുകൾ എവിടെയുമില്ല. സ്കൂളുകൾക്ക് ഇന്ന് രാവിലെയാണ് ജില്ലാ കലക്ടർ അവധി നൽകിയത്. ഇന്ന് പുലർച്ചെയും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തതോടെയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം എല്ലായിടത്തും മുൻകരുതൽ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ എവിടെയും ആശങ്കയ്ക്ക് കാര്യമില്ല. എവിടെയും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടവിട്ട ശക്തമായ മഴ പെയ്യുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ആകെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തത് മുട്ടിൽ മേപ്പാടി റോഡിൽ ഇലക്ട്രിക് ലൈനിന് മുകളിൽ മരം വീണ് അല്പസമയത്തേക്ക് ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരിടത്തു നിന്നും വേറെ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്ഷയ. ശരി, കമലാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, മറ്റ് വലിയ കെടുതികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന വിവരമാണ്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട്ട് നിന്ന് രാഹുൽ KB ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, കോഴിക്കോടും നല്ല മഴയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ മഴ കനക്കുന്നത്? എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കെടുതിയോ അനിഷ്ട സംഭവങ്ങളോ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതോ ആശ്വാസകരമാണോ? നിലവിൽ സമാധാനപരമാണോ കാര്യങ്ങൾ? അക്ഷയ്, അതായത് ഇന്ന സ്ഥലത്ത് ശക്തമായ മഴയുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ശക്തമായി മഴ ശക്തി കുറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയേണ്ടതായിട്ടില്ല. കാരണം എല്ലായിടത്തും അതിശക്തമായി തന്നെ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മലയോര നഗര വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ശക്തമായി മഴ പെയ്യുന്നു എന്നതാണ്. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി മഴയുടെ ശക്തി കൂടുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനി അങ്ങോട്ടേക്കും മഴയുടെ ഒരു തീവ്രത കൂടുമെന്ന മുന്നറിയിപ്പായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകിയിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ ഒരു പൊതു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കാരണം കാസർഗോഡ് റെഡ് അലേർട്ടാണ്. അപ്പോൾ ഈ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യം കൂടി ആയതിനാൽ റാണിപുരം വിനോദസഞ്ചാര മേഖലയിലേക്ക് ട്രെക്കിങ്ങിനായി ആളുകൾ എത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം, പരമാവധി യാത്ര ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെ ചെറുട്ടി റോഡിന് സമീപത്തായുള്ള റോഡിലെ ദൃശ്യങ്ങളാണ്. അതായത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മഴ തുടർച്ചയായി പെയ്യുമ്പോൾ എപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും ജനങ്ങൾക്ക് കാൽനട സാധ്യമാകാത്ത വിധത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മഴ ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, എങ്ങനെ മഴ പൊതുവെ എങ്ങനെയുണ്ട്? നല്ല മഴയാണ്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ശക്തമായ ഓടകളൊക്കെ നിറഞ്ഞൊഴുകി മലിനമായ വെള്ളം തന്നെ റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്ക്, നടന്നു പോകുന്നവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. മഴ പെയ്തു നോക്കുമ്പോൾ ഏകദേശം നല്ല മഴ തന്നെയാണ്. ഇനി മഴക്കാർക്കും ബുദ്ധിമുട്ട് ഇല്ല, കാരണം മഴക്ക് ആവശ്യമൊന്നുമില്ല എന്നുള്ള മട്ട. സ്കൂളുകളൊക്കെ ഒഴിവായതുകൊണ്ട് പൊതുവിൽ തിരക്ക് കുറവാണ്. ഇപ്പോൾ ഒന്നാമത് സ്കൂളിൻ്റെ ടൈമും അല്ല. ഞാൻ നിൽക്കുന്നത് എവിടെ വെച്ചാൽ ചെറുട്ടി റോഡ്, കോർട്ട് റോഡ് ജംഗ്ഷനിലാണ്. ഈ ഭാഗത്ത് തന്നെ പോലീസ് നിന്നിട്ട് വൺ വേ ആക്കിയിട്ടാണ് റോഡ് ആളുകളെ നിയന്ത്രിക്കുന്നതൊക്കെ. വണ്ടിയൊക്കെ തിരിച്ചു വിടുകയാണ് മഴ. അത് കോടതി ഉള്ളത് കൊണ്ടാണ്. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണോ? വീട് ഇവിടെ അല്ല, ഞാൻ മകൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നതാണ്. ഇടയ്ക്ക് ഇവിടെ ഉണ്ടായാലുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നടക്കുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. പൊതുവിൽ ഈ സമയമായിട്ട് ഏകദേശം 9 മണി കഴിഞ്ഞിട്ടും ആളുകളൊക്കെ വളരെ കുറവാണ്. എല്ലാം അവിടെയൊക്കെ ചൂളിപ്പിടിച്ച് നിൽക്കുന്ന ആളുകളാണ്. മഴ കൊണ്ട് നല്ല ബുദ്ധിമുട്ടായി. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാറ്റുകളൊക്കെ കുറവ്. എന്നാലും കടപ്പുറം അടുത്തായതുകൊണ്ട് ചെറിയ ഇങ്ങനെ തണുത്ത കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അല്ല, കൂടുതൽ കാറ്റൊന്നുമില്ല. പിന്നെ ഇടിയൊക്കെ രാത്രി കുറച്ചുണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്നാണ്. ശക്തമായ ഇടിയൊന്നും ഇല്ല. പിന്നെ വലിയ അപകടങ്ങളൊന്നും, മരങ്ങളൊന്നും വീണ് കാണുന്നില്ല. അതുപോലെ തന്നെയാണ് കുറ്റ്യാടിയിൽ വട്ടോളി മേഖലയിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരക്കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു രാത്രി.
വൈദ്യുതി തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ആ മേഖലയിൽ. അത് രാഹുൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം എന്തായാലും KSEB ചേട്ടൻ നടത്തി വരികയാണ്. സംസാരിച്ചും എത്ര മനോഹരമായിട്ടാണ് അത് ചേട്ടൻ ഒരുപാട് വിവരങ്ങൾ നമുക്ക് തരുന്നത് പോലെ, കാണുന്നവർക്കും തരുന്നത് പോലെ ചേട്ടൻ സംസാരിച്ച് നന്നായിട്ട് സംസാരിച്ചിരിക്കുന്നു. രാഹുൽ